ആ ബോഡി ഞാൻ കണ്ടു ഹോസ്റ്റേജ് ഉണ്ടെന്ന്. ഇവന്മാർക്ക് ഇങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കാനാണ് ഇവന്മാരുടെ യോഗം. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അതാണ് അത് വന്നത്. ഞാൻ ഉണ്ട് ഇതില്. അണ്ണാ ബാക്ക് ഡോർ തുറന്ന് F6 ആക്കിട്ട് ബാക്ക് ഡോർ ഒരാളെ കാണാൻ. ലെഫ്റ്റ് സൈഡ് കാണുന്നണ്ണ, ഇപ്പുറത്തെ സൈഡ് കണ്ട് ഞാൻ ഇപ്പുറത്ത് വരാല്ലോ. ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ? എന്താടാ അങ്ങനല്ല, ഈ വണ്ടി എത്തുന്ന കൊന്നോളാ കൊണ്ടോളാം. അങ്ങനെ വണ്ടി കൊണ്ടുപോകാം. കയ്യില് കണ്ണെടുത്തേ, അന്നേരം കണ്ണി ചിരിക്കില്ല മാറാവേ. എന്റെ അമ്മാരെന്ത് ചെയ്യേ? ഇല്ല, അവരെ പരകന്മാരുണ്ട്. ഇന്ന് കാടിന് വേണ്ടിയുള്ള അടിയാ. ഇത് കാറിളകുവാണല്ലോ. കൊരങ്ങനും ആന യുദ്ധം. കൊരങ്ങനാണോ രാജാവെന്ന്? അൾട്ടിമേറ്റ് ഫോറസ്റ്റ് ബാറ്റിൽ. ഇത് പഴമാണ് ആയുധങ്ങള്, തോക്കൊന്നുമില്ല. നമ്മുടെ മനുഷ്യരെ യുദ്ധം പോലല്ല. പിണ്ടവും പഴവും, ശർക്കര, ഓല. ഇവന്മാർക്ക് വലിയ പൊളിഞ്ഞു വേണം. എല്ലാരും വാർത്തയിൽ ഒരു ചിരി ഇട്ടേടാ. എല്ലാരും ചിരിയിടെ. ഹലോ, ഗാംഗോസിലോട്ട് വന്നോണ്ടിരിക്കുക. ഗാംഗോസിലോട്ട് അയ്യോ, എന്തൊക്കെ കോളിത്തരാ. പഴമെറിഞ്ഞ് പിണ്ടത്തെ കൊന്ന്. അതാ, പക്ഷെ വേറൊരു കേസ് ഉണ്ടോ? അണ്ണ ഇവിടുന്ന് നേരെ പോയ കാഴ്ച കാണായിരുന്നു. പക്ഷെ അതിപ്പോ മിസ് ചെയ്തോ. അണ്ണാ സിറ്റിയിലണ്ണ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്യാങ് ഹൗസ് കാണുമ്പോ ഒരു ഗ്യാങ് ഹൗസ് ആയിട്ട് പോകുന്നേ. നമ്മള് അതൊക്കെ പോയിട്ടില്ല മ്യൂസിയത്തിൽ. ഓരോ മ്യൂസിയം കാണാം. അന്ന് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് പറയണത്. ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് പറഞ്ഞേ. തിരുവനന്തപുരം സുഖത്തുവേ അത് തമാശയില്ല. ഇടിച്ചു കഴിഞ്ഞാ കേറ്റ് വെച്ച് കേറ്റ് സീ ഫോർ യുവർ സെൽഫ്. അവിടെ കണ്ടുവരുന്നുണ്ട് കാണോ, കുറച്ച് സൂണാ. ഇല്ലില്ല, മിണ്ടത്തൊന്നുമില്ല. അവിടെ വള്ളി തൂക്കിയൊക്കെ ഇരിക്കുന്നതാണോ അവന്മാര്? അമ്മ ഗ്യാങ് ഹൗസിൽ ഒന്നും ഇരിക്കാറില്ല. അവിടെ ഒരു മരമുണ്ട്. എന്റെ ഞാൻ നിൽക്കുന്നില്ലേ മര പോലെ. ഫ്രീ ഞാനാ, വണ്ടിയും ഞാനും. ഈ വണ്ടി എത്തിക്കട്ടെ. കൺസൈൻമെന്റിന്റെ മ്യൂസിയം എത്തി. കബഡിയാർ നോക്കിയാ ഇതെന്താണുണ്ടായത്? ഇതെണ്ണം നോക്കിയേ, മരത്തിന് മണ്ടയ്ക്ക് ആരും ഇരിക്കുന്നു. ആരാ അമ്മരാ മഴയൊക്കെ തിരിപ്പുണ്ടോ? നോക്കിയത് ടിക്കറ്റ് കൗണ്ടർ കേട്ടല്ലോ. കേട്ടാലോട്ടാ കൈവക്കി കാണിക്കുന്നത്.
കബഡിയേറി എന്തൊക്കെ കോവാളി തരുക. ഇനി അടുത്ത ഗ്യാങ് പെട്ടി പറഞ്ഞ് ആനക്ക് ടയറും വെച്ചോണ്ട് വരായിരുന്നാ മതി. അതുകൂടെ ഉള്ളു ഇനി വരാൻ. അതുകൂടെ ഉള്ളു വരാൻ, അതുകൂടെ ഉള്ളു വരാൻ. റോഡില് പോറാണ്ടാ സാൻഡിയാണോ? വേറെ കേസടാ നമ്മുടെ EVX ഇല്ലേ, അവന്മാര് കള്ളന്മാരാ. എന്താ അവന്മാര് നമ്മള് കഷ്ടപ്പെട്ട് പണിയുന്ന സാധനങ്ങൾ അടിച്ചോണ്ട് പോകും. കോച്ച് പണിയും അവന്മാര് വണ്ടിയിൽ നിന്ന് അടിച്ചോണ്ട് പോകും. നമ്മള് തെന്നിത്തരം ആലോചിക്കണം അണ്ണാ. അപ്പൊ അണ്ണൻ ഇതുപോലെ ട്രക്ക് ഓടിച്ചു പോവാ. അണ്ണൻ ഇതുപോലെ ട്രക്ക് ഓടിച്ചു പോണേ. അണ്ണന്റെ വണ്ടിക്കകത്ത് അണ്ണൻ പണിയെടുത്ത ഹണിക്കും പോയി. ഇവന്മാര് വരും കൈ വെക്കും. കൈ വെക്കിച്ച് വണ്ടിയോട് അടിച്ചോണ്ട് പോകും. കൈ ഒടുക്ക അടിച്ചു വന്നിട്ട് വണ്ടിയോട് അടിച്ചു. ഞാൻ സേഫ് കണ്ടൂടാ. നമ്മളെ ഒരു ജീവിതം ആലോചിച്ചു. അവന്മാരൊന്നും പറയല്ലേ. അവന്മാരെന്നൊന്നും പറയുന്നുണ്ടല്ലോ. സിറ്റിന്ന് മൊത്തം പെരുന്നാൾ അടി കിട്ടിയപ്പോഴേ സ്വന്തം ഗ്യാങ്ങിന്റെ പേര് മാറ്റി കളഞ്ഞമാരാ. അവർക്കറിയാം ഈ പേരിൽ ഇനി നടന്നാൽ നമ്മള് തല്ലുകളിലാണെന്ന് നാട്ടുകാരൊക്കെ. പേര് മാറ്റി സോമൻ മാറ്റി ശശിതാക്കി. കോച്ച് സിറ്റുവേഷൻ ആണോ? ഹലോ ഹലോ ഓടിയാവനെ എന്തോ ഓടിയല്ലേ? ഞാന് കൺസൈൻമെന്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണത്. കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു സിറ്റിയിൽ. ഇന്നാ വന്നതേ. പോയി ടൂർ പോയോ? ഓ ഒരു ചെറിയൊരു ട്രിപ്പിലായിരുന്നു. വല്ലാത്തൊരു കഥ ഉണ്ടത്. എന്നാ പറഞ്ഞിട്ടൊക്കെ പോയിക്കൂടെ? ആരെ ഒന്നും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ധൃതിയിലായി പോയി. ഒന്ന് കാണ്ടീനി. എന്തോ ക്യാൻറ്റീൻ ഒന്ന് കാണണ്ടീനി. കാണണ്ടീനിന്ന് ഒന്ന് കാണണ്ടീനി മാനെ. ജോഡിയല്ലേ? ഞാൻ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. കുറച്ച് കാണണോ? ഇന്ന് വെക്കും കേട്ടോ. അങ്ങനെ ആരാടാ? ഇത് നമുക്ക് നമ്മുടെ സ്വന്തം ആളാ. മുച്ചിരാജനാ? ആ കാന്തനാജി. കാന്തനാജി അതന്നെ. എനിക്ക് മനസ്സിലായില്ല. ക്യാൻറ്റീന്നാണ് ഞാൻ ആദ്യം കേട്ടത്. ആൾക്ക് ചെറിയ പിടുത്തം കൂടുതല. അകത്തോട്ട് വരാൻ പറ. ഞാൻ എത്തി. ട്രക്ക് കയറില്ലല്ലോ ഇവിടെ വൃത്തി കയറേണ്ടി വരുമോ? പിന്നെ ട്രക്ക് കയറാതിരിക്കുന്നത് കണ്ടല്ലോ കോച്ച്. കോച്ച് എവിടെയാ ഫ്രീ വണ്ടി ഉള്ള ഒളിഞ്ഞിട്ട് இருக்கு. വെയിറ്റ് பண்ணு. ഓക്കേ ലൊക്കേഷൻ പറ കോച്ച്. സാധനങ്ങളൊക്കെ എടുത്തോടാ. അതിനകത്തൊന്നും ഇല്ലല്ലോ അണ്ണാ. അതെങ്ങനെയാ? ഹലോ 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 ഹലോ. ഫ്രീ വണ്ടി ഇതേത് ഫ്രീ വണ്ടി? ആകത്തില്ല. എന്നടാ சொன்ன കേട്ടില്ല. അമ്മാര് ഗ്യാങ് വണ്ടിയിലായിരുന്നു കോച്ച്. അമ്മാര് ഗ്യാങ് വണ്ടിയിലായിരുന്നു. ഇല്ല ഫ്രീ വണ്ടി. സാറേ വാ അതോട്ട് വാ. നോക്കണ കൊമ്പൻ തീട്ടോന്ന്. എന്തൊരു ഗതികേടൊക്കെ ആലോചിച്ചേട്ടാ. അണ്ണാ നമ്മളവിടെ നിന്നപ്പോഴാണാ വിളിക്കുന്നത്.
ഹലോ എന്തോന്ന് സോറി കേട്ടോ സോറി അതെ ഞങ്ങള് ട്രക്ക് എത്തിക്കാം ഹലോ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു അവരോട്ടിരിക്കാം എല്ലാവർക്കും